പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ വെളിയിൽ നിന്ന് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയിൽ അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു 240 ml ഒരു കപ്പിലാണ് ഞാൻ ഇന്നത്തെ അളവുകളെല്ലാം കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മളിവിടെ ക്യാരമലിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നിരത്തിയിട്ടിട്ടുണ്ട്. ഒന്ന് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ആ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരണം. തീ ഒരിക്കലും കൂട്ടിയിടരുത്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് നമ്മുടെ ഈ ക്യാരമലിനുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. തീ ചെറിയ സിമ്മിലിട്ട് ഇതുപോലെ പതുക്കെ ഇതൊന്ന് അലിയിച്ചെടുക്കണം. നമ്മൾ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടുകൂടി വേണം പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാവാതെ വരും. ഞാൻ തുടക്കക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പം ഉണ്ടാക്കി നല്ല ശീലമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ പതുക്കെ നല്ല ക്ഷമയോടെ തന്നെ ചെയ്തെടുക്കണം. അതുപോലെ കേക്കിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആദ്യം തന്നെ അങ്ങ് എടുത്ത് വെക്കണം. എല്ലാം റെഡിയാക്കി, ഞാൻ അതേ രീതിയിലാണ് ഇതിപ്പം പറയുന്നത്. നമുക്ക് കേക്കിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ പ്ലം കേക്ക് കിട്ടും. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ മറ്റൊരു ജോലിയിലേക്കും പോകരുത്. എല്ലാ ജോലികളും തീർത്ത് വെച്ചതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാൻ നിൽക്കണം. നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ആ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ തന്നെ കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അധികം അങ്ങ് തിളച്ച് പോകണ്ട, ചെറിയൊരു ചൂടുവെള്ളം അത്രയും മതി. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ദൂരം മാറി നിന്നിട്ട് വെള്ളം കുറേശ്ശെയായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളം ഒരുമിച്ചെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ദേഹത്തേക്ക് പൊട്ടിത്തെറിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒത്തിരി ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇതുവരെ നമ്മൾ തീ സിമ്മിലിട്ടായിരുന്നു ഇതെല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് പതുക്കെ ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ വലുതായിട്ട് ഈ ഒരു സിറപ്പിന് കട്ട പിടിക്കില്ല, ഇതുപോലെ തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഒന്ന് എടുത്താൽ മതി. അങ്ങ് നൂൽപ്പരുവം ഒന്നും ആവണ്ട, ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. ആ ഒരു പരുവത്തിൽ നമുക്കിനി തീ അങ്ങ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കേക്കിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുക്കലാണ്. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ 1/2 കപ്പ് എടുത്തത് എനിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതോടൊപ്പം 2 കഷ്ണം ഗ്രാമ്പൂ, 2 കഷ്ണം ഏലക്ക, ഇത്രയും ചേർത്ത് നന്നായൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഗരം മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പം ആ ഒരു പഞ്ചസാര എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ച് അതേ ജാറിലേക്ക് തന്നെ ഒരു 5 ഈന്തപ്പഴം നല്ലതായിട്ട് കുരുവൊക്കെ കളഞ്ഞ് കുതിർത്തെടുത്തതാണ്, അതും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈന്തപ്പഴമൊക്കെ ഓപ്ഷനാണ് കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. വേണ്ടാത്തവർക്ക് അത് മാറ്റിയെടുക്കാം. ഇനി അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് കറുത്ത മുന്തിരിങ്ങയും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബദാം ഉണ്ടെങ്കിൽ ബദാം, ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഈന്തപ്പഴം വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് അരച്ചിട്ടേക്കുന്നത് കൊണ്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ അത് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ ചേർത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കേക്കിന് ആവശ്യമുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മളിതിലേക്ക് ചേർക്കും. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ബേക്കിംഗ് പൗഡർ ഇട്ടതൊന്നും മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും അങ്ങനെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും മിക്സ് ആകാൻ വേണ്ടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം.
അപ്പോൾ നമ്മൾ ആ പൊടിയെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് തരികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു പാത്രം റെഡിയാക്കലാണ്. ഞാനിത് കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മോൾഡാണ്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ തേച്ച് കുറച്ച് പൊടിയും കൂടി ഇട്ട് ഇതൊന്ന് നമുക്കൊന്ന് കോട്ടിങ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി തന്നെയാണ്, ഒരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് കോട്ടിങ് ചെയ്ത് കൊടുക്കണം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇത് ഇതുപോലെ ഒന്ന് കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്ത് വെക്കാം. പഞ്ചസാരപ്പൊടി, ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് അരച്ച് വെച്ചിരുന്ന ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റ്, പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു മോൾഡ്, ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 1/4 കപ്പ് എണ്ണ കൂടി നമുക്ക് വേണം. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റോളം കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. കുക്കർ നമുക്ക് നേരിട്ട് ഗ്യാസിൽ വെക്കണ്ട. അടിയിലൊരു ഇതുപോലൊരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്തായിട്ട് ഇതുപോലൊരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുക്കണം. അതിനകത്തായിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ കുക്കറൊന്ന് റെഡിയാക്കി ഇതുപോലെ വെച്ച് കുക്കറിൻ്റെ അടപ്പിൻ്റെ ആ ഒരു വാഷറും വിസിലും നമ്മളങ്ങ് ഊരി മാറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/4 സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഞാനിത് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. നല്ലൊരു മധുരമുള്ള കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ 1/2 കപ്പ് പൊടിച്ചതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാര അളന്നെടുത്താലും മതി. അപ്പോൾ പഞ്ചസാര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതൊഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മിക്സിയുടെ ആവശ്യമില്ല, ഇതുപോലെ പതുക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കാരമൽ കൂടി ചേർത്ത് കൊടുക്കാം. കാരമൽ കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരമൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടതാണ്. അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്ററൊന്നും വെച്ച് മിക്സ് ചെയ്യേണ്ട. ഇതുപോലെ ഒരു സ്പാച്ചില അല്ലെങ്കിൽ ഒരു തവി, ഒരു സ്പൂണ് എന്തെങ്കിലും എടുത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ വേണം കേക്കിൻ്റെ ഈ ഒരു പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാൻ. കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് ഈ ഒരു മെത്തേഡിന് പറയുന്നത്. ഇതുപോലെ പതുക്കെ ഒന്ന് കറക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഇട്ട് കലക്കാൻ പാടില്ല. ഇതുപോലെ പതുക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം പൊടി ഇട്ടതിന് ശേഷം. ആ ഗോതമ്പ് പൊടിയെല്ലാം കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ നൽകും കേട്ടോ. അത് മാത്രമല്ല പ്ലം കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് സ്ട്രക്ചറിലേക്ക് വരാനും ഈ റവ നല്ലതാണ്. അപ്പോൾ റവ ആരെയും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ പ്ലം കേക്കിന്. അപ്പോൾ റവയും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം നേരം ഈ ഒരു ബാറ്റർ വെക്കരുത്, നമുക്ക് ഉടനെ തന്നെ മോൾഡിലേക്ക് മാറ്റണം. ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ച മോൾഡാണ്. അതിലേക്ക് ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് തട്ടേണ്ടത് അത്യാവശ്യമാണ്, അതല്ലെങ്കിൽ കേക്കിനകത്ത് വലിയ വലിയ ഹോളുകൾ നമുക്ക് വീണ് കിടക്കും. അതുകൊണ്ട് എയർ ബബിൾസ് എല്ലാം തട്ടിക്കളയണം. ഇനി ലാസ്റ്റിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ചെറി കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കുക്കറിലേക്ക് ഈ ഒരു ബാറ്റർ വെച്ച് കൊടുക്കാം. കുക്കർ ഇപ്പം തുറന്നിട്ടുണ്ട്, നല്ല ചൂടായിരിക്കുകയാണ് കുക്കർ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ കേക്ക് ഇതിലേക്ക് വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറങ്ങ് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തീ സിമ്മിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്തത് നല്ല ചൂടിലിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇനി സ്റ്റൗ അങ്ങ് സിമ്മിലേക്കിട്ട് കുക്കറങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. 40 മിനിറ്റ് ആയപ്പം നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കേക്ക് വെന്ത് എന്ന് തോന്നുന്ന രീതിയിൽ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിതിലേക്ക് ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ കേക്ക് വെന്തിട്ടില്ല. ചിലവർക്കൊക്കെ അത് ഓരോരുത്തരുടെയും കേക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും ചൂടനുസരിച്ചൊക്കെ ആയിരിക്കും. എനിക്കിപ്പം കേക്ക് വെന്തിട്ടില്ല. നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുമ്പോൾ അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കേക്ക് വെന്തിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും 1 മണിക്കൂറിന് ശേഷമാണ് കേക്ക് തുറന്ന് നോക്കിയത്. അപ്പോൾ അതേ കറക്റ്റായിട്ട് കേക്ക് വെന്തിട്ടുണ്ട്. ആ ഒരു ഈർക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 10 മിനിറ്റും കൂടി ഞാനങ്ങ് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നല്ല അതിന് ശേഷം ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തത്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ സ്ട്രക്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് ബേക്കായി വരാൻ വേണ്ടി എനിക്ക് ടോട്ടൽ 1 മണിക്കൂറും 10 മിനിറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ 40 മിനിറ്റ് ആയപ്പം കേക്ക് വെന്തിട്ടില്ലായിരുന്നു. 1 മണിക്കൂറായപ്പോൾ നോക്കിയപ്പം കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 10 മിനിറ്റും കൂടെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് കേക്ക് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നല്ല കളറിൽ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പ്ലം കേക്കിൻ്റെ ടേസ്റ്റിലും സ്ട്രക്ചറിലും ഉള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് ഗോതമ്പ് പൊടിയിൽ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ.